ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റേഷൻ പുഴുങ്ങലരി വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് അരി കുതിർത്ത് വെക്കാൻ വേണ്ടി നല്ല തിളച്ച വെള്ളം വേണം. അപ്പൊ വെള്ളം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അരി എടുക്കാം. അപ്പോൾ 1.5 കപ്പ് പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. ഇനി അരി നന്നായിട്ട് 5-6 പ്രാവശ്യം കഴുകി എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടാനും വെള്ളപ്പം നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ്. അതൊരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുന്നില്ല, 1/2 കപ്പ് ചൗവരിയാണ് ചേർക്കുന്നത്. ഇതും കൂടെ കഴുകി എടുത്തിട്ട് കൊണ്ടുവരാം. ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതാ 8 മണിക്കൂറിന് ശേഷം അരി നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുക്കാം. ഇപ്പൊ ചൗവരി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. അപ്പൊ ആദ്യം അരി മൊത്തം ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ആകെ 1.5 കപ്പല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒന്നിച്ചിട്ടിട്ട് അരച്ചെടുക്കുക. എന്റെ കയ്യിൽ കുറച്ച് തേങ്ങാ വെള്ളം ഉണ്ടായിരുന്നു, ഒരു 1/4 കപ്പോളം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങാ വെള്ളം വേണമെന്നില്ല കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പൊ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് നന്നായിട്ടൊന്നും അരഞ്ഞു കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള ചവ്വരും തേങ്ങയൊക്കെ ഇട്ട് ചേർത്ത് അരക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇനി ഇതാ ചവ്വരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ, പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂണ് ഈസ്റ്റ്, പിന്നെ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അരച്ചെടുത്തിട്ട് നമുക്ക് കൊണ്ടുവരാം. ഇപ്പൊ നമ്മുടെ മാവ് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മാവ് കുറച്ചുകൂടെ കട്ടി തോന്നി, അപ്പൊ 2 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. മാവ് കുറച്ച് കട്ടി കൂടി കഴിഞ്ഞാൽ അപ്പം അത്ര തന്നെ സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അതാ ഈ ഒരു അളവിൽ നമുക്ക് കലക്കിയിട്ടെടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെക്കുക. 4 മണിക്കൂറിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കുക. അപ്പൊ 4 മണിക്കൂറിന് ശേഷം ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ചൊരു കട്ടി കൂടിയിട്ടുണ്ട് മാവ്. അപ്പൊ 2 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ വെള്ളപ്പച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി ചുറ്റിച്ചു കൊടുക്കുക. ഇത് നിറയെ ഹോളുകൾ വന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കുക. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കുക. ഈ ഒരു വെള്ളപ്പത്തില് ചവ്വരി ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് അപ്പാണ്. പിന്നെ നമ്മൾ കപ്പി കാച്ചി അതുപോലെ അരി അരച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വറുത്ത പൊടി ചേർത്ത് കൊടുക്കുക ഒന്നും നമുക്ക് ചെയ്യണ്ട. ഇതുപോലെ ചെയ്താൽ മാത്രം മതി. ചവ്വരി ചേർത്ത് കൊടുത്താൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും. അപ്പൊ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. പച്ചരിയൊക്കെ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അരിപ്പൊടി ഇല്ലാത്ത ടൈമൊക്കെ ആണെങ്കിൽ വെള്ളപ്പം ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് റേഷനരി ഉണ്ടായാൽ മതി, നല്ല സോഫ്റ്റ് അപ്പം കിട്ടാൻ.
അങ്ങനെ ഇതാ ലാസ്റ്റത്തെ അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള വെള്ളപ്പം ഉണ്ടാവും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.